പിന്നെ നിങ്ങൾ എന്താ ഹരികൃഷ്ണൻസ് അല്ലേ രണ്ടുപേരുടെ ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കാൻ? എടി അവക്ക് എന്നെ ഇഷ്ടാടി സത്യം. എടാ നീ കണ്ടല്ലേ അവൾ എന്നെ നോക്കി ചിരിച്ചു കാണിക്കുന്നത്? നോക്കി തന്നെ ആടി അവൾ എന്നെ നോക്കി ചിരിച്ചു കാണിച്ചു. അത് കളിയാക്കി ചിരിച്ചവിടെ പൊട്ട. തീർച്ചയായും കേട്ടാ പാട്ടി എന്താ നീ നോക്കുന്നേ? ഈ കോമേഴ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിന്റെ പേരും പറഞ്ഞ് നമ്മൾ സയൻസുകാരുടെ നടിയുണ്ടാക്കുന്ന ഭയങ്കര നാണക്കേടാ. അതുകൊണ്ട് അവളെ ആരാ നോക്കുന്നതെന്നുള്ളതിന് ഇന്നൊരു തീരുമാനമാക്കണം. ആ അത് ശരിയാ. അതിപ്പോ എങ്ങനെ തീരുമാനാക്കും? ടോസിടാ. ഓക്കെ ഓക്കെ ആരാ പറയുന്നേ? ഞാൻ പറയാം. നിന്റെ ഈ ഫിഗർ വെച്ച് അവള് വീഴോടെ വീഴൂടാ, വീട്ടിലെ വീട്ടിയിരിക്കും. അവക്ക് വേണ്ടി ഇന്ന് മുതൽ ഡയറ്റിങ് തുടങ്ങിയിരിക്കുകയാണ്. അതിന് പേര് അവൾക്ക് എന്തെങ്കിലും വായിച്ചു കൊടുത്ത് തടിപ്പിക്കാൻ നോക്കുന്നതായിരിക്കും. ഒട്ടും സാരമില്ല. തടിയാ എന്താ എന്താടാ ചോക്ലേറ്റ് ഒക്കെ എന്താ പരിപാടി? ഇതെന്റെ വുഡ്ബിക്കാ. വുഡ്ബി? ഏത് വുഡ്ബി? സന. ഏത് സന? +1 കൊമേഴ്സിലെ സന. ഓ ആ സന. കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷെ കൊടുക്കുമ്പോ അക്കൂക്ക തന്നു വിട്ടാന്ന് പറയണം. അക്കുക്കയോ? ഏതക്കുക്ക? എന്താ ഞാനടക്കൂ. അക്കു എന്തോ പേരാണോ ഇത്? എടാ ഞാൻ സനക്ക് കൊടുക്കാൻ വെച്ച ചോക്ലേറ്റ് ഇല്ലേ, അത് ഞാൻ തന്നെന്ന് പറഞ്ഞെങ്കിൽ കൊടുത്തേര്. ആ ഇതേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ചോക്ലേറ്റ് അല്ലാതെ നിന്റെ അപ്പന്റെ കാശ് വാങ്ങിയ ചോക്ലേറ്റ് അല്ല. അപ്പൻ നീയാരാ? ഞാൻ അവന്റെ കട്ട ഫ്രണ്ടാ. ആ എന്നാ ഫ്രണ്ട് അങ്ങ് മാറേക്കണം. എന്താണ് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട്? ഇത് നമ്മുടെ സീനിയർ അക്കു ഇല്ലേ, ദോ അവൻ തന്നതാ. അവന് ഇനി ഇഷ്ടാണെന്ന് നോ പറഞ്ഞേക്കാം. നോ നോ അതല്ല, നോ പറയണ്ടാന്ന്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അക്കുക്കാടെ വലിയ ഫാനാ. എനിക്ക് അക്കുക്കാനെ വലിയ ഇഷ്ടാ. ഇതെങ്ങനെ പറയുന്ന ആലോചിക്കായിരുന്നു. എനിവേ താങ്ക്സ്. തടിയാ ഇവിടെ മോള് ഞാൻ അങ്ങോട്ട് വരാം. ബാബു മേസ്തിരി തേക്കോ ഇതേപോലെ? സഹിക്കുന്നില്ലടിയാ, തടിയന്മാരല്ലൊരു ഒരു കോമഡി പീസല്ലേ. ഫ്രണ്ട്സായിട്ടൊക്കെ ഒത്തിരി പെൺകുട്ടികൾ കാണും, പക്ഷെ പ്രേമിക്കാനൊന്നും ആരും നിൽക്കില്ല. തടിയനല്ലേ. നീ വാടതട്ടി അവന്റെ ഒരു ഷോകം. ടോസ് നിനക്ക് കിട്ടിയ നന്നായി, അല്ലെങ്കിൽ അവന്മാരെന്നെ പന്നിക്കിട്ടേ. പെമ്പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ ഫീൽ അടിച്ചിട്ട് കാര്യമില്ല. നിനക്കറിയോ, നമ്മൾ കഷ്ടപ്പെട്ട് പിന്നാലെ നടന്ന് വളച്ച് ഫുൾ ടൈം കോളും മെസ്സേജും ചെയ്ത് ഇല്ലാത്ത കാശിന് റീചാർജും ട്രീറ്റും ചെയ്ത്
ആ അവളുടെയൊക്കെ ബർത്ത്ഡേക്കും വാലന്റൈൻസ് ഡേ കടം വാങ്ങിച്ച് ഗിഫ്റ്റും കൊടുത്ത് അവസാനം ജട്ടി വരെ പണത്തിലാക്കി ഇനി ഊറ്റാനൊന്നും ഇല്ലെന്ന് കണ്ട അവളൊക്കെ ഒരൊറ്റ ഡയലോഗിൽ ഈ പരിപാടി അവസാനം. അതേത് ഡയലോഗ്? ചേട്ടാ നമ്മുടെ കാര്യം വീട്ടിൽ അറിഞ്ഞു ചേട്ടാ. അതുകൊണ്ട് ഈ പെമ്പിള്ളേരെ പേരും പറഞ്ഞ് വിഷമിച്ച് നടക്കലളിയാ. പിന്നെ അളിയാ മേരി പോയാ മലര് അത്രേ ഉള്ളൂ. മലര് പോയാലോ? മലര് പോയാ മലര. നീ വന്നേ അളിയ കട്ട ഫ്രണ്ട്ഷിപ്പിന്റെ അത്ര അടാറൊന്നുമല്ല. കണ്ണു അവള് പറഞ്ഞിട്ട് കറിയാതെ വേണം.